കഴിഞ്ഞ ദിവസം നമ്മുടെ സി ഷുക്കൂർ പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്, നമ്മുടെ എന്നാ പോയി താൻ കേസ് കൊടുക്കുക ആ സിനിമയില് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്ന വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു യുവതി ബർഗർ തിന്നാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. ആ വീഡിയോയിൽ തന്നെ നോക്കിയാൽ മതി, മറ്റൊരു യുവതി ചുമരിന്റെ അവിടെ പോയി നിന്ന് കഴിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പോസ്റ്റിൽ നമ്മുടെ ഷുക്കൂർ കൊടുത്തിരിക്കുന്ന കുറച്ച് എഴുത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2016 ഏഷ്യൻ ന്യൂസ് അവർ ചർച്ചയിൽ നിഗാബ് ഉണ്ടാകുന്ന അപകടം ഞാൻ സൂചിപ്പിച്ചിരുന്നു. പുതിയ തലമുറയിലേക്ക് ഫാനാറ്റിസം വ്യാപിക്കുന്നതും അതുവഴി വ്യക്തിത്വം തന്നെ റദ്ദു ചെയ്യുന്നതും ഉണ്ടാക്കിയേക്കാവുന്ന അപകടമാണ് ഊന്നൽ നൽകുന്നത്. മുഖം ഒരാളാണ്, ആളെ തിരിച്ചറിയുന്ന അടയാളമാണ്, വ്യക്തിയെ അടയാളപ്പെടുത്തുന്നതാണ്. ആ മുഖം മുഴുവൻ മൂടി മനുഷ്യരെ വ്യക്തിത്വങ്ങൾ ഇല്ലാതെ വെറും കോലങ്ങളാക്കുന്ന ആചാരവും അനുഷ്ഠാനവും ആധുനിക സമൂഹം എതിർക്കുക തന്നെ വേണം. പോയിന്റ് ആണത്. വിശ്വാസവും ആചാരവും ഒന്നും പൊതു നന്മ നശിപ്പിക്കുന്നതാകരുത്. ഇന്നലെ മംഗലാപുരത്ത് ഒരു മാളിൽ നേരിട്ട് കണ്ട കാഴ്ച, 2 കുട്ടികൾ ഒന്നിച്ചു വന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള ശ്രമം, മറ്റൊരാൾ ദൂരെ ചുമർ മറയാക്കി കഴിക്കുന്നതും വീഡിയോയിൽ കാണാം. ഇത് റിയലി ഇങ്ങനൊരു സംഭവം ഞാനും കണ്ടിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് ഞാൻ ഒരു ദിവസം രാത്രി ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളുണ്ട്, മുസ്ലിംസ് ആണ്. അപ്പം ഹസ്ബൻഡ് വളരെ ലാവിഷായിട്ടിരുന്ന ഐസ്ക്രീം കുടിക്കുന്നു, ജ്യൂസ് ഒക്കെ കുടിക്കുന്നു, കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നു. അപ്പൊ അവർക്ക് 2 പെൺകുട്ടികളായിരുന്നു, എൻ്റെ ഓർമ്മ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പെൺകുട്ടികൾക്കും അവർ ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നു. അവർ സാധാരണ നോർമൽ ഡ്രസ്സാണ് ഇരുന്നത്. അപ്പൊ പുള്ളിയുടെ വൈഫ് ഫർദയാണ് ധരിച്ചിരുന്നത്. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവർ ഇരുന്നത്. അപ്പൊ ഇത് ഞാൻ ഓർത്ത് വെക്കാനുള്ള കാരണം, ഇത് റീസെന്റ് ഒരു 2-3 മാസം മുന്നേ നടന്നൊരു സംഭവമാണ്. അവര് മുഖം മറച്ചിരിക്കുന്ന ഫർദ കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ആ ഫർദ മാറ്റി ഈ ജ്യൂസ് ഐസ്ക്രീം എന്തോന്ന് കഴിക്കുന്നത്. അപ്പൊ ഇത് കഴിക്കാൻ നോക്കുമ്പോൾ പിള്ളേർ തട്ടുന്നു, ഈ ഫർദ ഇത് വന്ന് വീഴുന്നു. എന്നിട്ട് ഇവർ പിന്നെ കഷ്ടപ്പെട്ട് ഈ മൂക്കിന്റെ ഇവിടം പോലെ കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്നു. അവസാനം അവർ സഹിയിട്ട് അവർ 2-3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ സഹി ഇട്ടിട്ട് ചുമരിന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അവസാനം അത് മാറ്റി കഴിക്കുന്നു. ഞാൻ ആലോചിച്ച് ഇതൊക്കെ എന്തിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ആലോചിച്ചു പോയി. ഈ മനുഷ്യൻ മതത്തിനെ കൊണ്ടു നടക്കുന്നത് ഓക്കെ, നമ്മളെ വിശ്വാസം ഇതൊക്കെ നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷെ ഇതിപ്പോ മതം മനുഷ്യനെ ഭരിക്കേണ്ട ഒരു അവസ്ഥ. ഇത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പം ഇതൊക്കെ കണ്ടിട്ട് സംഖ്യകളൊക്കെ ഓടി വരും. ഇരുങ്ക ബായ്, നോർത്ത് ഇന്ത്യയിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടേ. നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലെയുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെ അവിടുത്തെ സ്ത്രീകൾ സാരി കൊണ്ട് മുഖം മറച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ അന്യ പുരുഷന്മാർ അവരുടെ മുഖം കാണാൻ പാടില്ല, കണ്ട അവരെ തട്ടിക്കൊണ്ട് പോകുകൂടി. എനിക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കണം, അവിടെ ആയാലും ഇവിടെ ആയാലും അത് തന്നെയാണ് അവസ്ഥ. ഇതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മളെ സ്വന്തം മുഖം നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാതെ മതം എന്ന പേരിൽ അത് മൂടിക്കെട്ടി, അത് ഇവിടെ ആയാലും, ഇവിടുത്തെ കേസായാലും നോർത്ത് ഇന്ത്യയിലെ കേസായാലും, മതം എന്ന പേരിൽ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കുന്നതിൽ പരം ഒരു അവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് തന്നെ അർത്ഥമില്ലാത്തൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഇപ്പം എന്താണോ നമ്മൾ ജീവിക്കുന്നത്, നമുക്കിപ്പോൾ ബോധത്തോടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കാണുന്നത്, അതാണ് റിയാലിറ്റി. ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ദൈവം എന്തോ തരുമെന്നും അല്ലെങ്കിൽ നമുക്ക് ഭാവം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുത്ത് 10-60 വർഷം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞത്. എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ചിലവർ മതാചാര പ്രകാരമായി തലയിൽ ഷോളൊക്കെ ഇട്ട് നടക്കണം, ഓക്കെ, അത് ഒരു വിധത്തിലൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇപ്പൊ ചില മതങ്ങളിൽ സ്ത്രീകൾ പൊട്ട് കമ്മല് ഉപയോഗിക്കാറില്ല, ഒക്കെ അതും പൊട്ട്, അതൊക്കെ സഹിക്കാം. പക്ഷെ ഇത് സ്വന്തം ഫേസ് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ സി ഷുക്കൂർ പറഞ്ഞതിനോട് കുറെ പേരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട്, കുറെ പേരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ കമന്റ്സ് ഞാൻ സൈഡിൽ ആഡ് ചെയ്തിരിക്കാം. പക്ഷേ നിങ്ങൾ ഇത് എന്തായാലും സ്ത്രീ ആരെങ്കിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ റീതിങ്ക് ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പ്രഷർ ഉണ്ടാക്കായിരിക്കും ചിലവർ അങ്ങനെ നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ നമ്മളെ മുഖം അല്ലെങ്കിൽ നമ്മളെ ഐഡന്റിറ്റി കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പൊതു സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരു ആഹാരം പോലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ജീവിക്കണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, മതം നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അതിന് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ മതം എന്ന് പറഞ്ഞാൽ കൊണാണ്ട്ര മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതൊക്കെ നമ്മളെ വിശ്വാസം, ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള സാധനങ്ങളാണ്, കാപ്പാണ്, അതൊക്കെയാണ് വിശ്വാസം. അത്രയും മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും ഞാൻ പോകാറുണ്ട്, ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അവിടെ എനിക്കിഷ്ടമില്ലാത്തൊരു നിയമം ഉണ്ടെങ്കിൽ, ഈ 3 സ്ഥലങ്ങളിലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് ഞാൻ പോകാറില്ലടേ. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഊരിയിട്ടിട്ട് കയറാൻ ചില ക്ഷേത്രങ്ങളുണ്ട്, ഞാൻ കയറുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. ഷർട്ട് ഊരിയിട്ട് കയറാനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ കയറാറില്ല. അതേപോലെയാണ്.